ഞാൻ ഡോക്ടറിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഉദ്യോഗാർത്ഥികൾ വളരെയധികം നാൾ കാത്തിരുന്ന ഒരു സുവർണ അവസരം കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടർ ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ള ബിരുദധാരികളായിട്ടുള്ളവർക്ക് 2025 ഡിസംബർ 31 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഈ അവസരം പരമാവധി എടുത്ത് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. പോസ്റ്റിൻ്റെ പേര് സബ് ഇൻസ്പെക്ടർ ട്രെയിനി എന്നുള്ളതാണ്. കേരള പോലീസിലാണ് നിയമനം. 45,600 മുതൽ 95,600 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ലേ, പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഈ കുറേ വേക്കൻസികൾ പ്രതീക്ഷിക്കാം. കാരണം ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീർന്നു. ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി വരുന്ന സമയത്തും നിലവിലുള്ള ഒഴിവുകളൊക്കെ ഇതിൽ നികത്തും എന്നതിനാൽ കൂടുതൽ ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതേ കൂടുതൽ പോലീസ് സ്റ്റേഷൻസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുമുണ്ട്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വനിതകൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. ലേഡീസിന് അപേക്ഷിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഓർക്കിന് മറ്റൊരു കാര്യം, അതുപോലെ ഡിസബിലിറ്റി ഉള്ള ഒരാൾക്കാരാണെങ്കിൽ ഇതിൽ എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുക. ഇതിലേക്ക് 3 കാറ്റഗറിയായിട്ടാണ് സെലക്ഷൻ നടത്തുക. ഒന്നാമത് 448/2025 ജനറൽ കാറ്റഗറിയാണ്. ആർക്കും അപേക്ഷിക്കാൻ പറ്റും. 449/2025 എന്നുള്ളത് കേരള പോലീസിലും വിജിലൻസിലും അതുപോലെ ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് ആയിട്ടുള്ള അതിലുള്ള മിനിസ്റ്റീരിയൽ സ്റ്റാഫായിട്ടുള്ള ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അത് 450/2025 എന്നുള്ള കേരള പോലീസിൽ ഇപ്പോൾ ഉള്ള കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിൽ ഇരിക്കുന്ന ബിരുദധാരികളായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ജനറൽ കാറ്റഗറിയാണ് കൂടുതൽ നമ്മൾ പറയുന്നത്. അത് പ്രായം പറഞ്ഞിട്ട് ജനറൽ കാറ്റഗറിക്ക് 20 മുതൽ 31 വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. മറ്റ് സർവീസിലുള്ള 2 പേർക്ക് 36 വയസ്സിലുള്ളവരെയും കൺസിഡർ ചെയ്യും എന്നുള്ള കാര്യം ഓർമ്മിക്കുക. വേണ്ട യോഗ്യത വേണ്ട ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ് വേണ്ട യോഗ്യത. എന്നാൽ SC/ST കാരായിട്ടുള്ളവർക്ക് ഡിഗ്രി ഉള്ളവരുടെ അഭാവത്തിൽ അവരെ +2 ഉള്ളവരെയും കൺസിഡർ ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് സെലക്ഷൻ വേണ്ടി ഫിസിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒക്കെ ഉണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 165.1 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം മെയിൽ കാൻഡിഡേറ്റ്സിന്. SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 160.02 സെൻറ്റിമീറ്റർ മതി. ചെസ്റ്റ് എല്ലാവർക്കും 81.28 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. അത് 5.08 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനുള്ള കഴിവുണ്ടായിരിക്കണം. SC/ST കാർക്ക് അവിടെ റിലാക്സേഷൻ ഇല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. SC/ST കാർ 155 സെൻറ്റിമീറ്റർ മതി. ഇത്രയും മതി അവർക്ക് ഫിസിക്കൽ ടെസ്റ്റുകൾ ഉള്ളത്. പിന്നെ കാഴ്ചയ്ക്ക് 2 കണ്ണിനും ദൂരെ കാഴ്ച 6/6 സ്നെല്ലിനും അടുത്തുള്ള കാഴ്ച 0.5 സ്നെല്ലിനും 2 കണ്ണിനുണ്ടായിരിക്കണം. അത് നിങ്ങൾ സിവിൽ സർജൻ റാങ്കിൽ കുറയാത്തൊരു മെഡിക്കൽ ഓഫീസറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഫോർമാറ്റ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് എടുത്ത് ആ ഫോർമാറ്റ് നിങ്ങളുടെ ഫോട്ടോയെ ഒട്ടിച്ച് മെഡിക്കൽ ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്ത് അതും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ ഫുള്ളാകത്തുള്ളൂ. അതുപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. 8 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 5 നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ജെൻസിൻ്റെ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, 1500 മീറ്റർ ഓട്ടം, അങ്ങനെ തുടങ്ങി 8 ഐറ്റംസ് ആണ്. അതിൽ 5 ക്വാളിഫൈ മതി. വനിതകൾക്കാണെങ്കിൽ 1500 മീറ്റർ ഓട്ടത്തിന് പകരം 200 മീറ്റർ ഓട്ടം മതിയാവും. അതാണ് അതിൻ്റെ വലിയ മെയിനായിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ 2025 ഡിസംബർ 31 വരെ അപേക്ഷിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷാ ഫീസൊന്നുമില്ല. തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് കേരള PSCക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നത് 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് www.kerala.psc.gov.in സൈറ്റിൽ പോയിട്ട് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും ഒക്കെ കൊടുത്ത് നമുക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് പിന്നെ എത്ര പോസ്റ്റ് വേണം പിന്നെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. ആ പ്രൊഫൈലിലേക്ക് നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പിയുടെ അപ്ലോഡ് ചെയ്ത് വെക്കുക. അത് ഒരു ID പ്രൂഫായിട്ട് വിനിയോഗിക്കാൻ പറ്റും. അതുപോലെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യണം. അത് ആ ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോയുടെ തീയതിയും കൂടി വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ അപേക്ഷ സമർപ്പിച്ച ശേഷം ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കേരള PSCയോട് ബന്ധപ്പെട്ട അവസരം വന്നു കഴിഞ്ഞാൽ അത് പ്രയോജനം ചെയ്യും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട റിട്ടൺ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് എഴുതാൻ റെഡിയായ കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ആവശ്യപ്പെടുന്ന സമയത്ത് നിർബന്ധമായി ഇത് കൊടുത്തിരിക്കണം എന്ന കാര്യം ഓർമ്മിക്കുക. അതുപോലെ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. മൈ ആപ്ലിക്കേഷൻസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഈ അവസരം പരമാവധി എടുത്ത് ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടില്ലെന്ന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.